നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗ്രീറ്റ് ചെയ്യാനും ബൈ പറയാനും ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് സുഖമാണോ എന്ന് എങ്ങനെ ജർമ്മനിൽ ചോദിക്കാം, അതിൻ്റെ മറുപടികളും ഒരു സംഭാഷണ രൂപത്തിൽ നോക്കാം. ജർമ്മൻ ഭാഷയിൽ ഒരാളെ അഭിവാദ്യം ചെയ്തതിന് ശേഷമുള്ള അടുത്ത ഘട്ടം സുഖമാണോ എന്ന ചോദ്യം ചോദിക്കുക എന്നതാണ്. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫോർമൽ രീതി ഉപയോഗിക്കണോ ഇൻഫോർമൽ രീതി ഉപയോഗിക്കണോ എന്നുള്ളത്. ആദ്യം നമുക്ക് ഫോർമൽ രീതിയിൽ നോക്കാം. വി ഗേറ്റ് എസ് ഈനൻ, വി ഗേറ്റ് എസ് ഈനൻ. ഇത് ഫോർമൽ രീതിയാണ്. സിംഗുലറായും പ്ലൂരലായും ഒരേപോലെ തന്നെയാണ് ഫോർമൽ രീതിയിൽ ചോദിക്കുന്നത്. ഇനി ഇൻഫോർമൽ രീതിയിൽ നോക്കാം. ഇൻഫോർമൽ രീതിയിൽ ആദ്യം നമുക്ക് സിംഗുലർ നോക്കാം. വി ഗേറ്റ് എസ് ഡിയർ, വി ഗേറ്റ് എസ് ഡിയർ. വി ഗേറ്റ്സ് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത് പോലെ എന്തൊക്കെയുണ്ട്, ആ ഒരു സെയിം മീനിങ് ആണ് ഇവിടെ വി ഗേറ്റ്സ് എന്നുള്ളതിന്. അതായത് നമുക്ക് നല്ല പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് വി ഗേറ്റ്സ്. ഇത് രണ്ടും സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരാളോട് സിംഗുലറായിട്ട് ഉപയോഗിക്കുന്നതാണ് വി ഗേറ്റസ് ഡിയർ എന്നുള്ളതും വി ഗേറ്റ്സ് എന്നുള്ളതും. ഇനി നമ്മൾ ഇൻഫോർമലായിട്ട് ഒരു കൂട്ടം ആളുകളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് വി ഗേറ്റ് എസ് ഓയ്ക്ക്, വി ഗേറ്റ് എസ് ഓയ്ക്ക് എന്നുള്ളത്. ഇപ്പം നമ്മൾ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുന്നത് എന്ന് കണ്ടു. ഇനി ഈ ചോദ്യങ്ങൾക്ക് സ്വീകാര്യമായ മറുപടികൾ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ഡാങ്കെ ഗൂഡ് അല്ലെങ്കിൽ ഗൂഡ് ഡാങ്കെ എന്ന് പറഞ്ഞാൽ ഫൈൻ താങ്ക്സ് അല്ലെങ്കിൽ താങ്ക്സ് ഫൈൻ. പിന്നെ അടുത്ത മറുപടി സേർ ഗൂഡ്, സേർ ഗൂഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു ഹാ എന്നുള്ളത് സൈലൻ്റ് ആണ്. ഇവിടെ ഹാ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മളവിടെ സൈലൻ്റ് ആയാണ് ഉച്ചരിക്കുന്നത്. സേഹർ ഗുഡ് അല്ല, സേർ ഗുഡ്, സേർ ഗുഡ്. അടുത്ത മറുപടി ഗാൻസ് ഗുഡ്, ഗാൻസ് ഗുഡ്. പിന്നെ എസ് ഗേറ്റ്, എസ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നിക് സോ ഗുഡ്, നിക് സോ ഗുഡ്. ഒന്നല്ലെങ്കിൽ നമുക്ക് അസുഖമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ് നിക് സോ ഗുഡ്. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. നമുക്കാദ്യം ഫോർമൽ രീതിയിലുള്ള ഒരു സംഭാഷണം നോക്കാം. ഹെർ തോമസ്, ഗൂട്ടൻ ടാഗ് ഫ്രൗ യോസഫ്, ഗൂട്ടൻ ടാഗ് ഫ്രൗ യോസഫ്, ഫ്രൗ യോസഫ്. Herr Thomas, guten Tag. Herr Thomas, guten Tag. Wie geht es Ihnen? Wie geht es Ihnen? Herr Thomas, danke, gut. Danke, gut. Und Ihnen? Und Ihnen? Frau Josef, danke, gut. Danke. ഗുഡ്. നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചു ജെ എന്ന ആൽഫബറ്റ് ജർമ്മനിലെ യാ എന്നുള്ള രീതിയിലാണ് ഉച്ചരിക്കുന്നത്. നമ്മളിവിടെ ജെക്ക് യാ എന്നുള്ള ഉച്ചാരണമാണ് കൊടുത്തിരിക്കുന്നത്, യോസെഫ്. ഇനി നമുക്കിതിൻ്റെ തർജ്ജമ കേൾക്കാം. ഹെർ തോമസ്, ഗുട്ടൻ ടാഗ് ഫ്രൗ യോസഫ്. ഹലോ ഫ്രൗ ജോസഫ്, ഫ്രൗ ജോസഫ്. ഹെർ തോമസ്, ഗുട്ടൻ ടാഗ്. Hallo, Herr Thomas. Wie geht es Ihnen? How are you? Herr Thomas, danke, gut. Und Ihnen? Thanks, I'm fine. And you? Frau Joseph, danke, gut. Thanks, I'm fine. ഇതാണ് ഇതിൻ്റെ തർജ്ജമ. ഇനി നമുക്ക് ഒരു ഇൻഫോർമൽ കോൺവെർസേഷൻ നോക്കാം. മൈക്ക്, ഹലോ ക്രിസ്റ്റ. ക്രിസ്റ്റ, മൈക്ക്, ഹലോ, വി ഗേറ്റ്സ്. മൈക്ക്, ഡാങ്കെ, മിയർ ഗേറ്റ് എസ് ഗുഡ്, മിയർ ഗേറ്റ് എസ് ഗുഡ്. Und dir? ക്രിസ്റ്റ, auch gut, auch gut. Danke. നമുക്കിതിൻ്റെ തർജ്ജമ നോക്കാം. മൈക്ക്, ഹലോ ക്രിസ്റ്റ, ഹലോ ക്രിസ്റ്റ. ക്രിസ്റ്റ,
Mike, hallo, wie geht's? Mike, hallo, how it's going? Mike, danke, mir geht's gut. Und dir? Thanks, I'm fine. And you? Krista, auch gut, danke. I am fine too. അല്ലെങ്കിൽ I am also fine. Thanks. ഇനി നമുക്ക് ഇന്ന് പഠിച്ചതിൽ കുറച്ച് വാക്കുകൾ നോക്കാം. വി എന്ന് പറഞ്ഞാൽ ഹൗ, എങ്ങനെ. എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗോ. ഗൂട്ട് എന്ന് പറഞ്ഞാൽ ഗുഡ്. ഡാങ്ക്, താങ്ക്സ്. ഔക്ക്, ഓൾസോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.